ജനപ്രിയ നായകൻ ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഉടൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തങ്കമണി. മാർച്ച് 7-ന് ചിത്രം തിയേറ്ററുകളിലെത്താനായി ഒരുങ്ങുകയാണ്. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ കേരള ചരിത്രത്തിലെ ഒരു ദാരുണ സംഭവത്തിന്റെ പുനരാവിഷ്കാരമായി എത്തുന്ന സിനിമയായതിനാൽ തന്നെ പ്രേക്ഷകരേവരും ഏറെ പ്രതീക്ഷയിലാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന് ക്ലീൻ UA സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന വിവരം പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ചിത്രം തിയേറ്ററുകളിലെത്താൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ദിലീപിന്റെ 148-ാം ചിത്രമായെത്തുന്ന തങ്കമണിയിൽ 2 കാലഘട്ടങ്ങളിലുള്ള വേഷപ്പകർച്ചയിൽ ഇതുവരെ കാണാത്ത ലുക്കിലാണ് ദിലീപ് എത്തുന്നത്. ചിത്രത്തിനായി കാത്തിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുമുണ്ട്. ഇടുക്കി തങ്കമണിയിൽ നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമായെത്തുന്ന ചിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. നരകയറിയ മുടിയും താടിയുമൊക്കെയായി ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയിൽ ദിലീപ് എത്തുന്ന ചിത്രമാണ് തങ്കമണി എന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സൂചന നൽകിയിരുന്നു. അതിന് പിന്നാലെ മറ്റൊരു വേഷപ്പകർച്ചയിൽ സെക്കൻഡ് ലുക്കും എത്തിയിരുന്നു. ശേഷം ഇറങ്ങിയ ടീസർ ദിലീപ് ആരാധകർക്കും സിനിമാ പ്രേമികൾക്കുമൊക്കെ ഗംഭീര ദൃശ്യവിരുന്ന് സമ്മാനിക്കുന്ന ഒരു ചിത്രമാണ് തങ്കമണി എന്ന് ഉറപ്പു നൽകുന്നതായിരുന്നു. സൂപ്പർ ഹിറ്റായ ബാന്ദ്രയ്ക്ക് ശേഷം ജനപ്രിയ നായകന്റെ തിരിച്ചുവരവൊരുക്കുന്ന ചിത്രം കൂടിയായിരിക്കും തങ്കമണി. ചിത്രത്തിന്റെ കളർ ഗ്രേഡിങ്ങും ആർട്ട് വർക്കുകളും മേക്കപ്പും എല്ലാം ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാ വിഷയമാണ്. ടീസർ കാണുമ്പോൾ തന്നെ ദിലീപ് അടക്കമുള്ള താരങ്ങളുടെ പ്രകടനം കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. ആരാധകരെ തൃപ്തിപ്പെടുത്താൻ ഏതറ്റം വരെ പോകുന്ന ദിലീപ് എന്ന നായകനിൽ തന്നെയാണ് തങ്കമണിയുടെയും പ്രതീക്ഷ. സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ RB ചൗധരി, ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മധുര എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്നതാണ് ചിത്രം. നീത പിള്ള, പ്രണിത സുഭാഷ് എന്നിവരാണ് ദിലീപിന്റെ നായികന്മാരായി എത്തുന്നത്. അജ്മൽ അമീർ, സുദേവ് നായർ, സിദ്ദിഖ്, മനോജ് K ജയൻ, തമിഴ് താരങ്ങളായ ജോൺ വിജയ്, സമ്പത് റാം എന്നിവരെ കൂടാതെ മറ്റു താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്.